പലരും മൈഗ്രേഷനായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയൻ PR അതിൻ്റെ പാത്വേ എങ്ങനെയാണ്? ഗ്രാജുവേഷനും അതുപോലെ തന്നെ ഏജും പ്രൊജക്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഓസ്ട്രേലിയൻ PR എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ PRൽ ബേസിക്കലി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ ലിസ്റ്റിൽ നമ്മളുടെ ജോബ് ലിസ്റ്റഡ് ആയിരിക്കണം. ആ ജോബ് ലിസ്റ്റിങ്ങിൽ നമ്മൾ ബേസിക്കലി ഒരു 70 to 80% എങ്കിലും നമ്മളുടെ ജോബ് പ്രൊഫൈൽ മാച്ചിങ് ആവണം. അങ്ങനെയുള്ള എല്ലാവർക്കും നമുക്ക് ഈ പറയുന്ന ഓസ്ട്രേലിയൻ PR എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നോക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. പിന്നെയുള്ളത് ബേസിക് എലിജിബിലിറ്റി ആയിട്ടുള്ള പോയിന്റ്സ് അവർ മീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പോയിന്റ്സിലൊരു 65 എങ്കിലും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ട്രൈ ഫോർ ഓസ്ട്രേലിയൻ PR. അപ്പോൾ അതിന് പല കാറ്റഗറിയിൽ അവർക്ക് നോക്കാൻ പറ്റും. സ്റ്റേറ്റ് നോമിനേഷൻ ആയിട്ട് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് PR ആയിട്ട് നോക്കാൻ പറ്റും. അത് ഡിപ്പെൻഡിങ് ഓൺ അവർ ഏത് സ്കിൽ സെറ്റ് വെച്ചിട്ടാണ് അവർ നോക്കുന്നതെന്നനുസരിച്ചായിരിക്കും ഇത് വരുന്നത്.